ഓം നമോ ഹരിഹരായ. നമ്മുടെ ഗുണത്തിനും അഭിഷ്ടസിദ്ധിക്കും വേണ്ടി ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിക്കുന്ന ഉപഹാരമാണ് വഴിപാടുകൾ. വഴിപാട് എന്നതിന്റെ ശരിയായ അർത്ഥം ആരാധന എന്ന് ഈശ്വര സന്നിധിയിൽ വച്ച് ചെയ്യുന്ന ത്യാഗമാണെന്നും വിശ്വാസമുണ്ട്. വഴിപാട് യഥാർത്ഥത്തിൽ പൂജയുടെ ഒരു ഭാഗം തന്നെയാണ്. ഭക്തനെ പൂജയിൽ ഭാഗികമായോ പൂർണ്ണമായോ ഭാഗഭാക്കാക്കി തീർക്കുന്നതിനുള്ള ഒരുപാധിയാണിത്. ഭക്തിനിർഭരമായ മനസ്സ് ദേവനിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടും നടത്തുന്ന വഴിപാടുകൾ നിശ്ചയമായും പൂർണ്ണഫലം നൽകുക തന്നെ ചെയ്യും. ക്ഷേത്രങ്ങളിൽ സാധാരണയായി നടത്തുന്ന വഴിപാടുകളെ 6 വിഭാഗങ്ങളായി തിരിക്കാം: അർച്ചന, അഭിഷേകം, ചന്ദനം ചാർത്ത്, നിവേദ്യം, വിളക്ക്, മറ്റുള്ളവ. മിക്ക ക്ഷേത്രങ്ങളിലും നിരവധി പ്രത്യേക വഴിപാടുകളുണ്ട്. ഗണപതി ഹവനം വിഘ്നങ്ങളകറ്റാൻ. അർച്ചന ആയുരാരോഗ്യങ്ങൾക്ക്. പുഷ്പാഞ്ജലി സർവൈശ്വര്യത്തിന്. രക്തപുഷ്പാഞ്ജലി ശത്രുദോഷശമനം, അഭിഷ്ടസിദ്ധി. സ്വയംവരാർച്ചന മംഗല്യസിദ്ധിക്ക്. സഹസ്രനാമാർച്ചന ഐശ്വര്യത്തിന്. കെടാവിളക്കിൽ എണ്ണ കുടുംബ ഐശ്വര്യത്തിന്. ഭഗവതി സേവ ദുരിതനിവാരണത്തിന്. നെയ്യ് വിളക്ക് നേത്രരോഗശമനം, അഭീഷ്ടസിദ്ധി. എണ്ണവിളക്ക് വാതരോഗശമനം, നീരാഞ്ജനവും ശനിദോഷ പരിഹാരവും. ചന്ദനം ചാർത്തൽ ഉഷ്ണരോഗശമനം, ചർമ്മരോഗശമനം, അഭീഷ്ടസിദ്ധി. ജലധാര ശിരോരോഗശാന്തി. മൃത്യുഞ്ജയഹോമം ദീർഘായുസ്സിനും രോഗശാന്തിക്കും. ധാര രോഗശാന്തി, മനോരോഗശാന്തി. അന്നദാനം ഐശ്വര്യത്തിന്, ദാരിദ്ര്യദുഃഖശമനത്തിന്. നിറമാല അഭീഷ്ടസിദ്ധിക്ക്. നരവഴിപാട് ശിവപ്രീതിക്ക്. നിറപറ ഐശ്വര്യത്തിന്. ചുറ്റുവിളക്ക് മനഃശാന്തിക്ക്.